സ്വർലോകവാസം ആനന്ദമേ, അതു നിത്യം അതിരമ്യം ആനന്ദം ആനന്ദമേ. സ്വർലോകവാസം ആനന്ദമേ, അതു നിത്യം അതിരമ്യം ആനന്ദം ആനന്ദമേ. പുത്തനെരുശലേം അത്ഭുത പട്ടണം എത്ര മനോഹരമേ. പുത്തനെരുശലേം അത്ഭുത പട്ടണം എത്ര മനോഹരമേ. ദൈവത്തിൻ തേജസ്സാൽ മിന്നി വിളങ്ങിടും ശോഭന രാജ്യമത്. ദൈവത്തിൻ തേജസ്സാൽ മിന്നി വിളങ്ങിടും ശോഭന രാജ്യമത്. സ്വർലോകവാസം ആനന്ദമേ, അതു നിത്യം അതിരമ്യം ആനന്ദം ആനന്ദമേ. സ്വർലോകവാസം ആനന്ദമേ, അതു നിത്യം അതിരമ്യം ആനന്ദം ആനന്ദമേ. സമയമുള്ളപ്പോൾ ദൈവസന്നിധിയിൽ ചേർത്തനായി എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 ചെയ്യാം. പുതുദാസി ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ഇതൊക്കെല്ലാം ദൈവം മാറ്റേണ്ടതിനായി സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ട മാതാവിനായി സ്തോത്രം ചെയ്യാം. ആശ്വാസപ്രദനായിരുന്നു ദൈവം ആശ്വസിപ്പിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. തന്ന മക്കൾക്കായി സ്തോത്രം ചെയ്യാം. അവരുടെ കുടുംബത്തിൽ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ശുശ്രൂഷയുടെ പ്രാരംഭം മുതൽ അവസാനം വരെയും കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ശുശ്രൂഷ കടന്നുവരേണ്ടതായ എല്ലാവരും ദൈവത്തക്കതായ സമയത്തിൽ കൊണ്ടുചേർക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. നാം എല്ലാ അനുഭവത്തിൽ ഉയർത്തേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ദൈവം വഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തുതിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ താഴ്ത്തുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെല്ലാം കർത്താവ് ആശ്വസിപ്പിക്കണമേ. ഇതാ ഞാൻ വേഗം വരുന്നു, അതിൻ്റെ പ്രവൃത്തിക്കേറ്റ പ്രതിഫലം കൊടുക്കുമെന്ന് വിളിച്ച കർത്താവ് കഴിഞ്ഞ 65 വർഷക്കാലം പ്രിയപിതാവിനെ ഭൂമിയിൽ വസിപ്പാനും ഒരു കുടുംബജീവിതം നയിപ്പാനും ദൈവം കൃപ ചെയ്തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആരാധനയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരും തങ്ങളുടെ ജീവിതത്തെ കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിക്കാനും ഇതുപോലെ ഒരു കടന്നുപോകുവാൻ ഞങ്ങൾക്കുണ്ട് എന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ വരവിനായി ഒരുക്കുവാനും അവർക്ക് കൃപ ചെയ്യും. ഇവിടെ നടക്കുന്നതായ ഓരോ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ദാസന്മാരെ ബലപ്പെടുത്തി ശക്തീകരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവറ്റെയും ദൈവമഹത്വത്തിനായി തീരുവാൻ സഹായിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. അപ്പോൾ ഞങ്ങളുടെ കൂടെ കടന്നു വന്നിട്ട് ഏകദേശം 3 മാസക്കാലമായി. ഇതുവരെ ഞങ്ങൾക്ക് ശുശ്രൂഷിക്കാനും പപ്പയെ അറിയാനെല്ലാം ആവശ്യമാണ് കൃപ ദൈവം തന്നു. പപ്പ കടന്നു വന്നത് വളരെയധികം ശാരീരികമായി സുഖമില്ലാതെയാണ് കടന്നു വന്നത്. കടന്നു വന്നതിന് ശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കടന്നു പോവുകയും അതിനുശേഷം ഒരു ബെറ്ററായ ഒരു ഇത് കാണുവാൻ തക്കവണ്ണം യോഗ്യതയാക്കി. അതിനുശേഷം ഒരു മാസക്കാലമായി വളരെയധികം ശാരീരികമായി സുഖമില്ലാതെ കഷ്ടപ്പെടുന്ന വയറിന് ഇൻഫെക്ഷനായി ആഹാരമൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. വെള്ളം കുടിക്കാനോ കഞ്ഞി കുടിക്കാനോ ഒന്നും കഴിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. വളരെയധികം ട്രീറ്റ്മെൻറ്റുകൾ ഞങ്ങൾ നടത്തി. എങ്കിലും കുറേ നാളുകൾക്ക് ശേഷം ഏകദേശം ഒരു 3 മാസക്കാലം കണ്ടിന്യൂസ് ഡയറിയായിരുന്നു. അതിനുശേഷം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്ത് പല ഡോക്ടേഴ്സിന് മുമ്പിൽ ഞങ്ങൾ ചോദിച്ചു എങ്ങനെ ഇതിനൊരു വിടുതലുണ്ടാകാൻ കഴിയും. അവസാനം പല ആൻറ്റിബയോട്ടിക്കുകൾ കൊടുത്തു. അവസാനം ഡയറിക്ക് ഒരു വിടുതലുണ്ടായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഡയറിക്ക് ചെറിയൊരു സമയം വന്നല്ലോ, ഈ ആഹാരമൊക്കെ കഴിക്കാൻ പറ്റുമായിരിക്കും, ആരോഗ്യം തിരികെ ലഭിക്കുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും ഒട്ടും ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. വെള്ളം പോലും ഇറക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഒരു ടാബ്ലറ്റ് ഇറക്കണമെങ്കിൽ തന്നെ വളരെയധികം 1 കപ്പ് വെള്ളം എങ്കിലും വേണ്ടി ഒരു ടാബ്ലറ്റ് ഇറക്കണമെങ്കിൽ ചില സമയത്ത് ഇറക്കാൻ കഴിയാതെ കടിച്ച് പൊട്ടിച്ച് ചവച്ച് തിന്നുന്ന അവസ്ഥകളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെയായിരുന്നു. എങ്കിലും വളരെയധികം
ഞങ്ങളെ ആരെയും അവസാനമായപ്പോൾ ഞങ്ങളെ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നൊരു മനസ്സിലുണ്ടായിരുന്നു. നമ്മളെന്ത് പറഞ്ഞാൽ അതുപോലെ അനുസരിക്കും. പിന്നീട് നീങ്ങിയിരിക്കാൻ പറഞ്ഞപ്പോൾ നീങ്ങിയിരിക്കും. എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ അതിൽ പിടിച്ച് നിൽക്കാൻ ശ്രമിക്കാൻ പറഞ്ഞാൽ അത് അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ടായിരുന്നു. എങ്കിലും അവസാനമായപ്പോഴേക്കും അതിന് ഒന്നും കഴിയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. എങ്കിലും കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യുവാനുള്ള കഴിവെല്ലാം ഉണ്ടായിരുന്നു. ഒരാഴ്ചയായുള്ളൂ തീരെ കിടപ്പായി പോയിട്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് കടന്നു വന്ന ശേഷം വളരെയധികം അസ്വസ്ഥത കണ്ടു. ശരീരത്തിൽ ഒട്ടും വെള്ളമില്ലാത്ത അവസ്ഥയെല്ലാം ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ വേഗം ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം രാവിലെ ഞാൻ എഴുന്നേറ്റു. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഞാൻ വിളിച്ച സമയത്ത് എന്നോട് മിണ്ടി സംസാരിച്ചു, കണ്ണൊക്കെ തുറന്നു. ഞാൻ ചോദിച്ചു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, കുഴപ്പമൊന്നും ഇല്ല എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡ്യൂട്ടിക്ക് കടന്നുപോയി ഒരു 11 മണിയായപ്പോൾ അമ്മേനെ വിളിച്ചു. ഇങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടുകൾ കാണുന്നു പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കടന്നു വന്നു. ഞാൻ വന്ന് നോക്കിയപ്പം BP എല്ലാം വളരെയധികം കുറവായിരുന്നു. പിന്നീട് നോക്കി അങ്ങനെ അതിനുള്ള ഡ്രോപ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നോക്കിയപ്പോൾ രാത്രിയൊക്കെ ആയപ്പോഴേക്കും BP എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ഓക്സിജൻ അളവെല്ലാം നോർമലായിരുന്നു. ഓക്സിജൻ കൊടുക്കേണ്ടിയിരുന്നതില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നോർമൽ ലെവലിലേക്ക് വരുമായിരിക്കും, ഒരു ദിവസം കഴിഞ്ഞാൽ റൂമിലോട്ട് ഷിഫ്റ്റ് ആകുമായിരിക്കും ഞാൻ വിചാരിച്ചു. രാവിലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഏകദേശം മെയിൻറ്റെയിൻ ആയി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് റെഡി ആകും, റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 11 മണിക്ക് ശേഷം ഡോക്ടേഴ്സിൻ്റെ റൗണ്ട്സ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. എന്നോട് അവർ പറഞ്ഞു ഇത് BP ഒട്ടും കിട്ടുന്നില്ല, ഞങ്ങൾ വളരെയധികം ഡോസ് കൂട്ടിയാണ് കൊടുത്തിരിക്കുന്നത്, എന്നിട്ടത് മെയിൻറ്റെയിൻ ആവുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞത് മനുഷ്യരാലൊന്നും കഴിയുന്നില്ല, ഞങ്ങളാൽ ചെയ്യുന്നത് ഞങ്ങൾ ചെയ്യാം, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഓക്കെ പറഞ്ഞു. അങ്ങനെ അതിനുശേഷം ഓക്സിജൻ എല്ലാം കൂട്ടി കൊടുക്കാൻ തുടങ്ങി. 8 ലിറ്റർ പെർ അവറിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഓക്സിജൻ സാച്ചുറേഷൻ മെയിൻറ്റെയിൻ ആയി വന്നത്. ഇന്നലെ രാവിലെ ഞാൻ കടന്നു പോകുമ്പോൾ സെയിം അവസ്ഥ തന്നെയായിരുന്നു. ഞാൻ ഡ്യൂട്ടിക്ക് കടന്നുപോയി. അതിനുശേഷം ഡോക്ടർ വിളിച്ച് സംസാരിച്ചു, ഇങ്ങനെ മെഡിസിൻ കൊടുക്കുന്നതുകൊണ്ട് കാര്യമില്ല, നമ്മളിനി ഹൈ ഡോസിലുള്ള മെഡിസിൻ കൊടുത്തുകൊണ്ട് ഈ മെഡിസിൻ്റെ പുറത്താണ് ഈ ജീവൻ നിലനിൽക്കുന്നത്. ഈ മെഡിസിൻ്റെ ഡോസ് കുറച്ച് കഴിഞ്ഞാൽ പിന്നീട് ഈ ജീവൻ പോകാനുള്ളതേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഡോസ് കുറയ്ക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പെട്ടെന്ന് ഡോസ് കുറയ്ക്കുകയും അങ്ങനെ ഇന്നലെ ഒരു 3 മണിയായപ്പോഴേക്കും ഭർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി തീർന്നു. ഞാൻ ഈ ഭവനത്തിൽ കടന്നത് ഏകദേശം 4 വർഷക്കാലത്തോളം കഴിഞ്ഞു. ഇന്ന് വരെ ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഇന്ന് വരെ ഒരു വാക്കിനും വേദനിപ്പിച്ചിട്ടില്ല. എനിക്ക് പൂർണ്ണ സമാധാന സന്തോഷമായിരുന്നു ഈ ഭവനത്തിൽ വന്നുകൊണ്ടിരുന്നത്. എല്ലാവരും ഞങ്ങളുടെ ഭവനത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കണം, അമ്മയോർത്ത് പ്രാർത്ഥിക്കണം. അമ്മയ്ക്ക് ആവശ്യമാകുന്ന കൃപ കൊടുക്കണം. ശാരീരികമായി മാനസികമായി കർത്താവോടൊന്ന് ബലപ്പെടുത്തണം. കർത്താവ് വെച്ചിരുന്ന അവകാശം വിശുദ്ധിയും പൂർണ്ണതയും പ്രാപിച്ച കർത്താവിൻ്റെ നൽകിൽ ഞങ്ങൾ എല്ലാവരും കുടുംബമായി കാണപ്പെടേണ്ടതിന് എല്ലാവരുടെ പേരെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിക്കുന്നു. ഇങ്ങനെ അവിചാരിതമായ ഈ സമയത്ത് ഇങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിലില്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ എനിക്ക് വളരെ വേദനപ്പെട്ട് സങ്കടപ്പെട്ട് ഇരിക്കുമായിരുന്നു. അവരെ എപ്പോഴും തോന്നിയുള്ള കാര്യം വിളിച്ച് ചോദിക്കുകയും അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും രണ്ട് പെണ്ണും രണ്ടാനും ഈ ലോകം വിട്ട് കടന്നുപോയി. ഞങ്ങൾ 2 പേരെ ഉള്ളൂ ഈ ലോകത്തിൽ. ദൈവം ഞങ്ങൾക്ക് ആശ്രയമായി കൊണ്ടിരുന്ന ആവശ്യമായി എല്ലാവർക്കും മാതൃകളോടെ വിശുദ്ധിയോടുകൂടെ പരമാർത്ഥോദയത്തോടുകൂടി ദൈവാക്കിയിരിക്കുന്ന സ്ഥാനത്തെല്ലാം നല്ലൊരു അവകാശം പ്രായപ്പാൻ ഞാനും ചെയ്യുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യാശയോടെ വിട്ടവരാം പരിശുദ്ധ സംഘമുണ്ടവിടെ. പ്രത്യാശയോടെ വിട്ടവരാം പരിശുദ്ധ സംഘമുണ്ടവിടെ. നിത്യാഭയോടവർ മുഖങ്ങളോരോന്നും കാണും നിയതം മോദമതേ. നിത്യാഭ
65 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കണ്ട് സന്തോഷിച്ച് കർത്താവിൻ്റെ സമയമായപ്പോൾ നിത്യതയിൽ ചേർക്കുവാൻ ഇടയായിത്തീർന്നു. കർത്താവിയ ദുഃഖത്തിലായിരിക്കുന്ന ഞങ്ങളുടെ അമ്മാമെ, വാത്സല്യ കുഞ്ഞുങ്ങളെ, ബന്ധുമുഖാദികളെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്താൽ പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിക്കണമേ. തുറന്നു നടക്കുന്ന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. വചന ശുശ്രൂഷ കടന്നു വന്നവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ എന്ന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ലോകത്തിൽ മനുഷ്യന്റെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ വളരെ സന്തോഷമുള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു മരണം എന്ന് പറയുമ്പോൾ സന്തോഷമില്ല എന്ന് പറയാറുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. എന്നാൽ ജനിക്കുന്നത് ജീവിതത്തിൽ ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെ ഒരു വിവാഹം എന്ന് പറയുമ്പോഴും ഒരു സന്തോഷം തന്നെയാണ്. മരണം എന്ന് പറയുമ്പോഴും സന്തോഷമാണ്. അത് പലരും അംഗീകരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ താൻ ഇങ്ങനെ എഴുതി നമുക്ക് വായിക്കുവാൻ എളുപ്പത്തിൽ നല്ല വചനങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. അതിൽ ഒരു വചനമാണ് നിങ്ങളുടെ മുൻപിൽ ഞാൻ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. സഭാപ്രസംഗ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 1, 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം നല്ലത് എന്ന് സൂചിപ്പിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വായിച്ചു. നല്ല പേർ സുഗന്ധതൈലത്തെക്കാളും മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം. വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നത് നല്ലത്. അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം. ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. മരണം എന്ന് പറയുമ്പോൾ ലോകത്തിൽ 5 നിലവാരത്തിലാണ് സംഭവങ്ങൾ ഇന്ന് ലോകത്തിൽ അറിയിക്കുന്നത്. ഒന്ന്, ആക്സിഡന്റ് സംഭവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു മരണമാണ്. മറ്റൊന്ന്, മനുഷ്യൻ ഈ ലോകത്തിൽ നിക്കക്കഴി ഉണ്ടാകുമ്പോൾ അവസാനം അവൻ ആത്മഹത്യ ചെയ്യുന്നു. അതും ഒരു മരണമാണ്. അടുത്തതായിട്ട് രോഗം എന്ന് പറയുന്ന ആ ലിസ്റ്റിൽ വരുമ്പോൾ ഏരിയയിൽ 70 ഇറച്ചിമീൻ, മുട്ട, ലിക്സ്, ബൂസ്റ്റ്, വിറ്റ ഒക്കെ അടിച്ചു കഴിയുമ്പോൾ 80 അല്ലെങ്കിൽ 90. അത് വളരെ പ്രയാസമെന്നാണ് അല്പസമയത്ത് മുൻപേ പ്രിയപ്പെട്ട നമ്മുടെ സുവിശേഷ വിലക്കാരൻ കൽപ്പറ്റ മൂപ്പൻ വായിച്ചപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടല്ലോ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്തതായിട്ട് മരണം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി വേറൊരു വ്യക്തി കൊന്നു കുവിക്കുന്നത് അതൊരു മരണമാണ്. അവസാനമായി മനുഷ്യൻ ഒരു കാലാവസ്ഥ കഴിയുമ്പോൾ പിന്നീട് ഈ ലോകത്തിൽ അവൻ നിലനിൽക്കത്തില്ല, അവൻ മരിക്കത്തന്നെ ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം വായിച്ചു കേട്ടതായ ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിലാപ ഭവനത്തേക്ക് പോകുന്നത് നല്ലതെന്നാണ്. ഞാൻ പറഞ്ഞ വാക്കും സത്യമല്ലേ? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചനത്തിൽ ഗുഡ് അല്ലെങ്കിൽ നല്ലത് എന്ന് പറയുന്നത്
150 സ്ഥലത്തിൽ എടുത്തെഴുതിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ പങ്കെടുത്തിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മരണം എന്ന വാക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. മരണം എന്നതായ അക്ഷരം മാവും രാവും മാറ്റിവെച്ചാൽ അതിൻ്റെ മുൻപിൽ ചില വാക്കുകൾ ഇട്ടാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഗുണം എന്ന വാക്കുണ്ട്, പണം എന്ന വാക്കുണ്ട്, മനം എന്നതായ വാക്കുണ്ട്, പിണം എന്നതായ വാക്കുണ്ട്. ഇതെല്ലാം അന്ന് മാവും രാവും മാറ്റപ്പെടുമ്പോൾ മാത്രമേ ഇത് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിലാപ ഭവനം എന്ന് പറയുമ്പോൾ അവിടെ സകല മനുഷ്യരും മരിച്ചിരിക്കുന്ന വ്യക്തിയുടെ നിലവാരം പ്രാരംഭം മുതൽ അറിയുന്ന വ്യക്തികൾ കണ്ടേക്കാം. ഇടപെട്ട കാലഘട്ടങ്ങളിൽ അറിയുന്നവരും ഉണ്ടായിരിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ ഒരു പാസ്റ്റർ കാണുവാൻ കടന്നുപോയി. അദ്ദേഹം എന്നോട് വലിയൊരു കൂട്ടുകാരായിരുന്നു, സ്നേഹിതനായിരുന്നു. ഇന്ന് രാവിലെ അദ്ദേഹം ഈ ലോകം വിട്ട് കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ വയസ്സ് 60. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മരണമെന്ന് പറഞ്ഞ് ആരും വിട്ടുവെക്കുന്ന സാധനമല്ല. മരിക്കാതിരിക്കാൻ ആരും രക്ഷപ്പെടാൻ സാധ്യമല്ല. ഒരു ദിവസം എല്ലാവരും ഈ ലോകം വിട്ട് കടന്നു പോകണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചനം പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധി. എന്താ ഒരിക്കൽ ജനനം എന്ന വാക്ക് ഉപയോഗിക്കാത്തത്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മരണം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ 5 കാര്യങ്ങൾ പറഞ്ഞു. അത് 2ആയിട്ട് പിരിക്കുമ്പോൾ ഒന്ന് ആത്മമരണം, മറ്റൊന്ന് ശാരീരത്തിലുള്ള മരണമാണ്. ആത്മമരണം എന്നത് ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ല. ആത്മാവിൽ ആരാണ് മരിക്കുന്നത്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പാപം ചെയ്ത് പാപത്തിൽ ജീവിച്ച് പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ച് ലോകത്തിൽ തന്നെ കവിഞ്ഞ് ആരുമില്ല എന്ന് ജീവിച്ച് മരിക്കുമ്പോൾ അവരുടെ അവസ്ഥ മനസ്സിലാക്കണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ശാരീരിക മരണം എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു ദിവസം മരിക്കണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ടാണ് വിരുന്ന് ഭവനത്തിലേക്ക് പോകുന്നതിനേക്കാൾ അത് ശ്രേഷ്ഠമായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാൽ ആരും വിട്ടുവെക്കത്തുമില്ല. സമയം കിട്ടിയാൽ അവിടെ ചെന്ന് ഒന്ന് കണ്ട് വരാതിരിക്കാൻ നിവൃത്തിയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ വിലാപം ഭവനത്തിലേക്ക് എത്തുന്നത് നല്ലതെന്നാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നലെ ഈ സമയത്ത് കാരണം എനിക്കും നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ സെൻട്രൽ പാസ്റ്റർക്ക് വരാൻ കഴിഞ്ഞില്ല. കാരണം ഇടക്കരയിൽ കൺവെൻഷൻ കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് നടക്കുന്നതുകൊണ്ട് എനിക്ക് വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ അവിടെ ചെന്നിട്ട് ആ ശുശ്രൂഷകൾ നടത്തണമെന്ന്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് സെൻട്രൽ പാസ്റ്റർ വരാൻ കഴിയാത്തതുകൊണ്ട് ഞാനത് അനുശോചനമായിട്ട് നേരത്തെ അറിയിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമക്കളെ മനസ്സിലാക്കണം, മരണം എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ ഒരു മനുഷ്യന്റെ അവസാനമല്ല, ഒരു നിത്യതയുടെ കാൽവയ്പ്പാണ്. ആ നിത്യത എന്ന് പറയുമ്പോൾ നിത്യനിത്യമായി നരകത്തിൽ പോകുന്നവരുമുണ്ട്. ദാനിയേലിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ചില നിത്യ നിന്ദയ്ക്കും ചില നിത്യ ജീവനക്കായും അവസാനം എഴുന്നേൽക്കും എന്ന് ഒരു ഉയർപ്പിനെ കുറിച്ച് സൂചിപ്പിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെയാണെങ്കിൽ നാം ഈ ലോകത്തിൽ
ലോകത്തിൽ ജീവിക്കുമ്പോൾ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തെ നാം ഇപ്പോഴേ കരുതേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് നാം ഈ ലോകത്തിൽ എത്ര കാലം ജീവിച്ചു എന്നതല്ല, എങ്ങനെയാണ് ജീവിച്ചത് എന്നതാണ് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പല നിലവറത്തിൽ മരിക്കുന്ന മനുഷ്യർ ഒരു പ്രത്യാശയില്ലാതെ മരിച്ച് പലരും ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ ചില നിത്യനാശത്തിലേക്ക് പോകുന്നത് ദുഃഖമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 116 സങ്കീർത്തനത്തിൽ നാം വായിക്കുമ്പോൾ വിശുദ്ധന്മാരുടെ മരണം യഹോവയുടെ ദൃഷ്ടിയിൽ വിലയേറിയതെന്നാണ്. 116 സങ്കീർത്തനം 15 വാക്യം വായിച്ചാട്ട്, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. തന്റെ ഭക്തന്മാരുടെ മരണം. ഭക്തൻ എന്ന് പറഞ്ഞാൽ അതാരാണ്? ആ ഭക്തനെ എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ആ ഭക്തന്റെ നിലവാരം എങ്ങനെയാണ്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ഭക്തൻ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് അഭിഷേകം പ്രാപിച്ച് വേർപാടിന്റെ ജീവിതം നയിച്ച് ആത്മീയമായ കൂട്ടായ്മയിൽ ജീവിച്ച് അവന്റെ പ്രത്യാശയായി കർത്താവിന്റെ വരവ് ഒന്നായിരിക്കാം. അങ്ങനെ ജീവിച്ചാൽ മാത്രമേ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ അവൻ ഈ ലോകം വിട്ട് കടന്ന് അക്കരെ നാട് എത്തുമ്പോൾ അവന് സ്വീകരിക്കുവാൻ ദൂതന്മാർ കടന്നു വരാറുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അതാണ് യഥാർത്ഥമായി നിത്യ സ്വർഗരാജ്യത്തിൽ ജീവിക്കുന്നത്. ലൂക്കോസിൽ ഒരു ധനവാനും ദാരിദ്ര്യനെ കുറിച്ച് വായിക്കാറുണ്ട്. നമ്മളെല്ലാവരും ഏകദേശം രക്ഷിക്കപ്പെട്ട് സ്നാനമെടുത്ത് ആത്മീയ സഭയിലുള്ള ദൈവ മക്കളാണല്ലോ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ധനവാൻ അവൻ പാപി എന്ന് ദൈവവചനം പറയുന്നില്ല. എന്നാൽ ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്ന വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്നോട് അസൂയത്തോടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്തുകൊണ്ട്? അവന്റെ ധനം അവന് ഒരിക്കലും രക്ഷിക്കത്തില്ല. അവന്റെ ധനം അവന് ഒരിക്കലും സ്വർഗം കൊണ്ടുപോകത്തില്ല. അവന്റെ ധനം അവന്റെ ജീവിതത്തിൽ താൽക്കാലികമായി ഈ ലോകത്തിൽ ജീവിക്കുന്നവരെയും അല്പം നന്മകൾ മാത്രമേ അനുഭവിപ്പാൻ കഴിയത്തുള്ളൂ. പിന്നീട് യാതൊരു കാര്യവും ഈ ലോകത്തിൽ അനുഭവിപ്പാൻ കഴിയത്തില്ല. എന്നാൽ ദാരിദ്ര്യനായി ജീവിച്ചവൻ മരിച്ചാലും ഈ ലോകത്തിൽ ദൈവം അറിയാതെ മരിച്ചാൽ അവനവിടെ എത്താൻ സാധ്യമല്ല. അതുകൊണ്ട് പാസ്റ്റർ പറഞ്ഞ് നമ്മൾ ദാരിദ്ര്യമുള്ളവരാണ്, വേറെ തെറ്റിദ്ധരിക്കലേ. നമ്മൾ അതുകൊണ്ട് നമുക്കവിടെ എത്താൻ അങ്ങനെ ചിന്തിക്കേണ്ട. അത് വെറുതെ ആയിപ്പോകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ ദാരിദ്ര്യന്റെ മനുഷ്യന്റെ പേര് ലാസറുവാണ്. അവൻ മരിച്ചപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിൽ കൊണ്ടുപോയി വിട്ടു. ചിലർ വിചാരിക്കും മരിച്ചവരെല്ലാം ഇപ്പോൾ തന്നെ സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ ചെന്ന് ചേർന്നു. ഇല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. അത് വെറുതെ ചിന്തിക്കുന്ന കാര്യമായിരുന്നു. മരിച്ച് അടക്കം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിന്റെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശു അല്ലാതെ വേറെ ആരും ഇതുവരെ സ്വർഗത്തിൽ എത്തിയിട്ടില്ല. ഹല്ലേലൂയ. എന്താ ഡൗട്ടാണോ? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കലും സംശയപ്പെടേണ്ട ആവശ്യമില്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാം വാക്യം വായിച്ചു നോക്കിയേ.
അപ്പൊ മനസ്സിലാക്കാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 3:13. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. ഇപ്പൊ എല്ലാവർക്കും ഒരു സംശയമുണ്ട്. എന്റെ അപ്പച്ചൻ എവിടെ പോയി, എന്റെ അമ്മച്ചൻ എവിടെ പോയി, എന്റെ അപ്പൂപ്പൻ എവിടെ പോയി, എന്റെ കുഞ്ഞ് എങ്ങോട്ട് പോയി, എവിടെ പോയി അറിയാവോ? ഇല്ലേ, ദൈവം അരിക്കുന്ന കരുതി വെച്ചിരിക്കുന്നതായ ആ സ്ഥലത്തിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. എന്നാൽ ലോകത്തിൽ ജീവിച്ച 2 വ്യക്തികൾ ഇതുവരെ മരിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹം വേറൊരു സ്ഥലത്തിലായിരിക്കും. ആനോക്കും ഏലിയാവും. എന്നാൽ അവർക്കൊരു മരണമുണ്ട്. അതിനെ കുറിച്ച് പഠിക്കാൻ പോയാൽ ഒന്ന് നിർത്താനൊക്കത്തില്ല, ആൾക്കാരൊന്നും ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ചുരുക്കമായിട്ട് പറഞ്ഞ് നിർത്താം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് എന്തുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്? ചിലരുടെ സംശയമുണ്ടാവും. പാസ്റ്റർ ഇതൊക്കെ പറഞ്ഞാലേ ഇദ്ദേഹം സ്വർഗത്തിൽ പോകത്തുള്ളൂ. അതല്ല, എനിക്കറിയാൻ വയ്യ. അത് എൻ്റെ തലയുടെ മുകളിൽ ഓരോ വ്യക്തിയുണ്ട്, അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാം. പണ്ടൊരാൾ പറഞ്ഞു, എങ്ങനെ ചോദിക്കും? നമുക്കെല്ലാം വിളിച്ച് അവിടെ പോകാൻ ചോദിക്കാം. എപ്പോഴാണ് പോകുന്നത്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദരിദ്രനോ ധനവാനോ, പഠിച്ചവനോ പഠിക്കാത്തവനോ, ജ്ഞാനിയോ ഒന്നുമില്ലാത്ത ബുദ്ധിയില്ലാത്ത ആരെങ്കിലും ആയിക്കോട്ടെ, ഒരിക്കൽ ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ പ്രിയന്റെ മുഖത്തെ കാണുന്ന നിലവാരത്തിൽ ജീവിക്കണം. നാം രക്ഷിക്കപ്പെട്ടത്, നാം സ്നാനമെടുത്തത്, അഭിഷേകം പ്രാപിച്ചത് ഈ ലോകത്തിൽ താൽക്കാലികമായി ജീവിതത്തിന് വേണ്ടിയല്ല. നിത്യമായ ഒരു വാസസ്ഥലമുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടെ എത്തിച്ചേരുവാൻ വേണ്ടിയാണ് ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഈ മരണത്തിന് അടുക്കാറുന്ന സമയത്തിൽ ഇത് ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി. മരണത്തിൽ ആരും അവിടെ രക്ഷപ്പെടാൻ സാധ്യമല്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ മരണത്തെ ജയിച്ചതായ ഒരു ജയശാലി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ മരണത്തിനാൽ നമ്മെ, മരണത്തിന്റെ അധികാരിയായ പിശാച് തന്റെ മരണത്തിനാൽ ജയിച്ചു എന്ന് ദൈവവചനം പറയുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ യോഹന്നാൻ പത്രത്തിൽ നിൽക്കുമ്പോൾ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുവാൻ ഇടയായി. യോഹന്നാന്റെ വെളിപ്പാട് പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, പിന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുവാൻ ഇടയായി. അപ്പോൾ കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. ഇന്നു മുതൽ എന്ന് പറയുമ്പോൾ അന്ന് അദ്ദേഹം പത്മത്തിൽ വിളിക്കുമ്പോൾ കേട്ടതായ ആ ശബ്ദം അന്ന് മുതൽ ഇന്ന് വരെയും പ്രത്യാശയോടെ ജീവിച്ച് പ്രത്യാശയോടെ അക്കരനാടെത്തിയ പല ഭക്തന്മാരുണ്ട്. ഞാൻ നമ്മുടെ അമ്പലവേൽ അടുത്തുള്ള സ്ഥലത്തിൽ 2 വർഷമായി തോന്നുന്നു ഒരു പ്രായമായ ഒരു അമ്മച്ചൻ അടക്കം ചെയ്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ലൊരു പ്രത്യാശയോട് കൂടി ജീവിച്ചു. 89 വയസ്സാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവർ മരിക്കുമുണ്ട് താൻ ഒരു തീരുമാനത്തിൽ 4 ദിവസം ഉപവസിക്കണം. ആ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ചിന്തിച്ച് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൊടുത്ത ഉയരെ നീരെടുത്തീർ, ഉയവനിൻ കളിമണ്ണിൻ അധിപതിയല്ലോ. കൊടുത്ത ഉയരെ നീരെടുത്തീർ, ഉയവനിൻ കളിമണ്ണിൻ അധിപതിയല്ലോ. വാണാൽ குறைந்தவன், வருத்தம் நிறைந்தவன், உயிருள்ள மனிதன் മുറയിടുവാനേ മുറയിടുവാനേ. ഇത് ബൈബിളുള്ള വാക്യമാണ് ഞാൻ പറയുന്നത്.
ஏன் என்று கேட்க உரிமையில்லையே. எதையும் தாங்கும் ஓர் இதயம் தாரும், ஓர் இதயம் താരം. ഹല്ലേലൂയ. മനസ്സിലായാലും ഞാൻ മനസ്സിലാക്കി തരാം. യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, നീ എന്ത് ചെയ്യുന്നു? അവൻ പരീക്ഷ കൊണ്ട് പോകുന്നു. അവനോട് ചോദിക്കുന്ന, നീ എന്ത് ചെയ്യുന്നു ചോദിക്കുന്നു. 9 അധ്യായമാണോ യോബിന്റെ പുസ്തകത്തിൽ ചോദിക്കാൻ? 9:12. അവൻ പറിച്ചെടുക്കുന്നു. അവൻ പറിച്ചെടുക്കുന്നു. ആരാ? തേങ്ങയാണോ, മാങ്ങയാണോ, ചക്കയാണോ? അവൻ പറിച്ചെടുക്കുന്നു. ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഓരോ ജീവനുடைய അധികാരം ദൈവത്തിന് മാത്രമാണ്. അതെയാണ് പറിച്ചെടുക്കുന്നത്. ആരവനെ തടുക്കും? ആരതിനെ തടുക്കും? നീ എന്ത് ചെയ്യുന്നു എന്ന് നീ എന്ത് ചെയ്യുന്നെന്ന് ആർ ചോദിക്കും? ആർ ചോദിക്കും? ആരും ചോദിക്കാനുണ്ടോ? അതാണ് ആ പാട്ട്. വേറൊന്നില്ല. ദൈവത്തിന് മാത്രമേ അധികാരമുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ ഒരു ഡെഡ് ബോഡിന് മുൻപിൽ നിങ്ങളും ഞാനും നിൽക്കുന്നു. ഇത് എന്താണ് അറിയിക്കുന്നത്? എന്ന് ഞാൻ നാലെണ്ണിയാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ഈ ലോകത്തിൽ ജീവിക്കുന്നത് ഒറ്റ ഒരു ജീവിതമാണ്. ഇതിൻ്റെ ശേഷം മരിച്ചു കഴിഞ്ഞാൽ ഒന്ന് നിത്യമായ വാസസ്ഥലമായ സ്വർഗം, അല്ലെങ്കിൽ നരകം. ആ സ്വർഗത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എടുത്തെഴുതുകയാണ്. വായിച്ചിട്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ. ദൈവത്തിൽ വിശ്വസിപ്പിൻ. എന്നിലും വിശ്വസിപ്പിൻ. എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. അത് മനസ്സിലാക്കണം. ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ പോയി കഴിഞ്ഞു. അദ്ദേഹം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും അങ്ങോട്ട് ഇവിടെ ചേർക്കുകയാണ്. ഒരുക്കിയ ഞാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ ഇരിക്കേണ്ടതിന് നിങ്ങൾ ഇരിക്കണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും ഞാൻ വന്ന് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? ദൈവത്തിന് മഹത്വം. അവൻ സ്വർഗാരോഹണം ചെന്നു. ഇനി മടങ്ങി വരാൻ സമയം, അടുത്തു പോയി സമയം. ലോകത്തിന്റെ സംഭവങ്ങളെല്ലാം അതെയാണ് വിളിച്ചു പറയുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ മടങ്ങി വന്ന് ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് അവൻ അത് കൂട്ടിക്കൊണ്ടുപോകും. അവൻ വിളിച്ചോണ്ടു. അവനാ വരുന്നത്. നമ്മളെ ആരും പെട്ടെന്ന് അവിടെ എത്താൻ ഒക്കത്തില്ല. അതുവരെ നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റാണ്. നാം കാണുന്നുണ്ട്. രക്ഷിക്കപ്പെടണം, സ്നാനമെടുക്കണം, അഭിഷേകം പ്രാപിക്കണം, ദൈവത്തിൻ്റെ മക്കളായി തീരണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് തന്നിരിക്കുന്ന അല്പസമയം പാഴാക്കരുത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ അവൻ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമുണ്ട്. തെസ്സലോനിക്ക പുസ്തകത്തിൽ 4-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തിൽ വാച്ചാട്ടെ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും. ഇപ്പൊ മനസ്സിലായില്ലേ? സ്വർഗത്തിൽ നിന്ന് അവിടെ വരണം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് മരിക്കണം, മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടി ഇരിക്കും. ഇങ്ങനെ ഒരു അനുഭവം നമുക്ക് ഉണ്ടല്ലോ, അത് പാഴാക്കരുത്. ഒരു മിനിറ്റ് നമുക്ക് എല്ലാവരും കണ്ണു അടയ്ക്കാം. ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ രക്ഷിക്കപ്പെടുക. ശോഭന
കൂടെ പാർത്തിടാമെന്നു മരുമനാഥനെ കൂടെ പാർത്തിടാമെന്നു കൂടെ പാർത്തിടാമെന്നു മരുമനാഥനെ കൂടെ പാർത്തിടാമെന്നു. നമുക്കെല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്യാം. എല്ലാ ദൈവങ്ങളും ചേർന്ന് സ്തോത്രം ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത എല്ലാ നന്മയ്ക്കായി സ്തോത്രം ചെയ്യാം. ദുഃഖത്തിരിക്കുന്നതായ പ്രിയപ്പെട്ട മാധവനെ ആശ്വസിപ്പിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ട സഹോദരനെയും ആശ്വസിപ്പിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. എന്നിട്ടുള്ള മക്കളെയും ആശ്വസിപ്പിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ഇനി തുടർന്ന് നടക്കേണ്ടതായ ആശുപത്രിയിൽ നടക്കുന്ന ശുശ്രൂഷയ്ക്കായി സ്തോത്രം ചെയ്യാം. സർക്കാരിന്റെ നാം എല്ലാ നിലത്തിലും മഹത്വപ്പെടുത്തേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ദൈവം വലിയവനാഥ് നടത്തേണ്ടതിനായി സ്തോത്രം ചെയ്യാം. എല്ലാ ദൈവ മക്കളെക്കായി സ്തോത്രം ചെയ്യാം. ദൈവങ്ങളെ ആശ്വസിപ്പിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സർക്കാരിന്റെ നാം ഉയർത്തേണ്ടതിനായി സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. പുത്രനായ യേശുക്രിസ്തുവിനായി സ്തോത്രം ചെയ്യാം. ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. കർത്താവിനായി സ്തോത്രം ചെയ്യാം. കർത്താവിനായി സ്തോത്രം ചെയ്യാം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന നല്ല പിതാവേ, നിങ്ങളുടെ ഹൃദയത്തോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം കൃത്യമായി ദാനമായി കൂടി വന്ന എല്ലാവർക്കും ആയുസ് ദിവസം ചെയ്യുന്ന ദാനമായി കൊടുത്തതിനെ കർത്താവ് സ്തുതിക്കുകയാണ്. സ്തോത്രം ജോണേശന്റെ ജീവിതത്തിൽ ആരംഭിച്ചതായ നല്ല പ്രവൃത്തിയെ കർത്താവ് തികച്ച് തന്റെ വിശ്രാമത്തിലേക്ക് ദൈവം ചേർത്തല. ദൈവം സ്തോത്രം കർത്താവ് സ്തോത്രം ചായക്കോട് ചെയ്യിച്ചാണ് എല്ലാ ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം ദുഃഖത്തിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്ന കർത്താവ് സമാധാനത്തിന് നിറയ്ക്കുന്ന കർത്താവ് ദൈവത്തിന് ആശ്വാസം പകർന്ന കർത്താവ് സ്തോത്രം. മാതാവിടെ ഹൃദയത്തിൽ ദൈവ സമാധാനം, ക്രിസ്തുയുടെ സമാധാനം സദാസമയം വാഴയുടെ ദൈവം സഹായിക്കണം കർത്താവ് സ്തോത്രം. സഹോദരങ്ങളെ ദൈവത്തിന് ആശ്വാസത്താൽ നിറയ്ക്കണം. മക്കളെ കൊച്ചുമക്കളെല്ലാം ദൈവത്തിന് കൃപയിലാളിലാൽ മറച്ചുകൊള്ളും കർത്താവ്. ദൈവത്തിന് ആശ്വാസത്തിനാൽ ദൈവം നിറയ്ക്കണം കർത്താവ് സ്തോത്രം. എത്രത്തോളം ശുശ്രൂഷയിൽ ദൈവം നടത്തി അനുഗ്രഹിച്ചല്ലോ കർത്താവ് സ്തോത്രം. ഈ ശുശ്രൂഷ അത് അടിയങ്ങളെക്കാൻ കൂടി ഒന്ന് ജീവനോടിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരും കർത്താവിന്റെ വചനം കേൾക്കുന്നതോറും ഞങ്ങൾ വചനം പോലെ ജീവിക്കുവാനായിട്ട് കർത്താവെ നിത്യതയിൽ ഞങ്ങളോട് കർത്താവെ കർത്താവോട് ചേരുവാനായിട്ടുള്ള അവകാശം നിങ്ങൾ പ്രാപിക്കാനായിട്ട് ജീവിതത്തിൽ ഒരു വിശദീകരണം ഉണ്ടാകുവാനായിട്ട് കർത്താവെ ദൈവത്തിന്റെ പ്രസാദമുള്ള ജീവിതം ചെയ്തുകൊണ്ട് കർത്താവെ കർത്താവിനുള്ള അവകാശങ്ങൾ എല്ലാവരും പ്രാപിക്കണം. കർത്താവെ ഒരുക്കുന്ന വീട് നടക്കുന്ന ചിന്തനടക്കുന്ന ശുശ്രൂഷ എല്ലാം ദൈവം നടത്തി അനുഗ്രഹിക്കണം. പ്രകൃതിയിലെ ദൈവം അനുകൂലമാക്കി തരാം. കർത്താവ് മൊത്തത്തോടെ വരമായിട്ട് ഒരുക്കണം. യേശു ക്രിസ്തു നാമത്തിൽ സമാധാനം നമ്മുടെ ശേഷമായി കൊടുത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിന്റെ അവരെ ഉണ്ടാക്കുമാറാവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയനാം നാഥൻ എൻ പേർക്കൊരുക്കുമെൻ ശാശ്വതമാം ഗേഹം പൂകിടുവാൻ. എൻ പ്രിയനാം നാഥൻ എൻ പേർക്കൊരുക്കുമെൻ ശാശ്വതമാം ഗേഹം പൂകിടുവാൻ. ഞാൻ പരദേശിയായി പാർക്കുമീ പാർത്തലം വിട്ടിത പോയിടുന്നു. ഞാൻ കാണും കർത്താവിനെ.
ജഡം മണ്ണായി മറഞ്ഞു പോമെങ്കിലും കാഹളനാദം ധ്വനിച്ചിടുമ്പോൾ ജഡം മണ്ണായി മറഞ്ഞു പോമെങ്കിലും കാഹളനാദം ധ്വനിച്ചിടുമ്പോൾ നിദ്ര കൊള്ളും തൻ വിശുദ്ധരുമായെന്ന് ഞാനുമുയർത്തിടുമേ. ഞാൻ കാണും കർത്താവിനെ, കേൾക്കും ഇമ്പനാദം, കാണുമെൻ പ്രത്യാശ. കർത്താവേ, ദൈവമനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ താഴ്ത്തിനെടുത്ത കാലുകളിൽ സ്നേഹത്തോടെ സ്തുതിക്കുന്നു. കർത്താവിനെ പിതാവിനെ അർപ്പിച്ചതായ കർത്താവ് ചോദർത്തനെ സ്തുതിക്കുന്നു. കർത്താവിരിക്കുന്നതായ സ്ഥാനത്തെ കർത്താവിനെ അർത്ഥനായി സ്തുതിക്കുന്നു. കർത്താവെല്ലാം സഹായിക്കും വൃത്തിയുള്ളതായ എല്ലാ ശുശ്രൂഷകളും കർത്താവ് ചെയ്തോർത്തന്നെ സ്തുതിക്കുന്നു. കത്തിലായിരിക്കുന്നതെല്ലാം ദൈവം ആശ്വസിപ്പിക്കണം. ഇവിടെ ശുശ്രൂഷകൾ ദൈവം നിങ്ങളുടെ പൂർണ്ണമാക്കണമേ. ആവശ്യമായ കൃപകളെല്ലാം നിങ്ങൾക്ക് സഹായിക്കണമേ. ഞങ്ങൾ അറിയുന്നു, സമയം അറിയുന്നില്ല. താഴ്മയുള്ള ഭയത്തോട് ജീവിച്ച് കർത്താവിന് അവകാശം പ്രാപിപ്പാൻ അടിയങ്ങളെല്ലാവരെയും സഹായിക്കുന്നോട് കരങ്ങളിലേക്ക് പ്രദേശക്രിസ്തുവിൻ നാമത്തിൽ ഒന്നാം ലേഖനം 15-ാം അധ്യായം അതിന്റെ 50 മുതലുള്ളതായ വാക്യങ്ങൾ. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു.
ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമിക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നുവെന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. മരണമേ, നിന്റെ ജയം എവിടെ? മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കർത്താവ് നമ്മളെല്ലാവരെയും കൂടെ കൂട്ടിച്ചേർത്തു. വീടിൻ്റെ വീട്ടിൽ പോകുന്ന കാലം ഒരു പിതാവിൻ്റെ വീട്ടിൽ പോകുന്നത് നല്ലത് നാം വായിക്കുന്നു. കാരണം എല്ലാവരുടെയും അന്ത്യം അതാണ്. കർത്താവിന് സ്തോത്രം. പ്രിയ പിതാവിനും 65 വർഷം ഈ ലോകത്തിൽ ജീവിപ്പാൻ ഒരു ഭാഗ്യം കർത്താവ് ആ പ്രിയ പിതാവിന് നൽകി. ഓരോരുത്തർക്കും ഈ ലോകത്തിൽ കർത്താവ് അല്പസമയം കർത്താവ് കൊടുക്കുന്നു. ആരും ഈ ലോകത്തിൽ എപ്പോഴും ജീവിക്കുന്നവരല്ല. ഒരു ദിവസം ഈ ലോകം വിട്ട് പോകാനൊരു സമയം വരും അല്ലേ? ഏത് സാധനം എടുത്താലും അത് ഉണ്ടാക്കിയ സമയമുണ്ട്, എക്സ്പയറി ഡേറ്റും ഉണ്ട്. അപ്പോൾ നമുക്കും ഈ ലോകം വിട്ട് പോകാൻ ഒരു പ്രാവശ്യം ഒരു അമ്മച്ചൻ പാസ്പോർട്ട് എടുത്തപ്പോൾ അതിൽ ഇഷ്യൂ ഡേറ്റും എക്സ്പയറി ഡേറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഡൗട്ട് ഉണ്ടായി. അവിടുത്തെ യവനക്കാരോട് ചോദിച്ചു, ഇതെന്തുവാ മോനെ, എക്സ്പയറി ഡേറ്റ് എന്തുവാ? അപ്പോൾ ആ പയ്യന്മാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പച്ചന് അവസാനത്തെ ദിവസമായി ഇത് എഴുതിയിരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ഈ ലോകത്തിൽ വരുന്ന എല്ലാവർക്കും ഈ ലോകം വിട്ട് പോകുന്ന ഒരു സമയമുണ്ട്. യോബിന്റെ പുസ്തകത്തിൽ നാം ഒരു വാക്യം വായിക്കുന്നു. 14-ാം അധ്യായം 14-ാം വാക്യത്തിൽ വായിക്കാം. യോബ് 14-ാം അധ്യായം 14-ാം വാക്യം. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? കർത്താവിന്റെ സ്തോത്രം. പഴയ നിയമ വിശുദ്ധനായ യോബ്, ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചതായ യോബ്, വിശ്വാസവീരനായ യോബ്, കഷ്ടങ്ങൾ സഹിച്ച് എല്ലാ കഷ്ടങ്ങളിലും ദൈവത്തിന് വിരോധമായി ദുരിതർക്കാതെ സന്തോഷത്തോട് സഹിച്ചതായ യോബ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും അവൻ ജീവിക്കുമോ? പഴയ നിയമ വിശുദ്ധന്മാർക്ക് ആ ഒരു സംശയം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. മനുഷ്യൻ മരിച്ച ശേഷം വീണ്ടും അവൻ ജീവിക്കുമോ? യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് ആ സംശയത്തിന് ശരിയായ ഒരു മറുപടി യേശു നൽകി. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും അവൻ ജീവിക്കും. യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് നമുക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു. ആ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. മാർത്തയോട് യേശു പറയുന്നു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമായിരിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും അവൻ ജീവിക്കും. അപ്പോൾ പുതിയ നിയമ വിശുദ്ധന്മാർ, പുതിയ നിയമ ആ സഭയിൽ ചേർന്നാതെ നമുക്ക് കർത്താവ് ആ യോബ്, പഴയ നിയമ വിശുദ്ധനായ യോബ് ചോദിച്ചിട്ടുണ്ട്, ശരിയായ ഒരു മറുപടി കർത്താവ് നൽകുന്നു. അതെ, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും അവൻ ജീവിക്കും. ഒരു ദിവസം ഈ ലോകത്ത് മല്ലേ അവന്റെ കല്ലറ വിട്ട് എഴുന്നേക്കുന്ന ഒരു ദിവസം വരും. കർത്താവിന്റെ സ്തോത്രം. പക്ഷേ മനുഷ്യൻ മറിച്ച് വീണ്ടും ജീവിക്കുമ്പോൾ എവിടെ പോകും അല്ലേ? അതാ ചോദ്യം. കർത്താവിന്റെ സ്തോത്രം. നാം വീട്ടിൽ നാം കേട്ടതുപോലെ, ആ പ്രസംഗത്തിൽ കേട്ടതുപോലെ, ആ ധനവാനും ഒരു ദാരിദ്രനും അല്ലേ, ആ ഓമ യേശു പറഞ്ഞിട്ട് മനുഷ്യൻ മരിച്ച ശേഷം അവൻ എവിടെ പോകും നായ ഒരു നല്ലൊരു ഉദാഹരണം യേശു നൽകി. ധനവാനായ അയാളുടെ പേര് യേശു പറഞ്ഞില്ല, പക്ഷെ പാവപ്പെട്ട നായ അയാളുടെ പേര് ലാസർ എന്ന് യേശു പറഞ്ഞു. കർത്താവിന്റെ സ്തോത്രം. അപ്പോൾ അതിനർത്ഥം എന്തുവാ? വലിയ ധനവാന്മാരും വലിയ ആൾക്കാരും ദൈവം ചിലപ്പം അവരുടെ പേര് ഓർക്കത്തിലായിരിക്കും, അറിയത്തില്ല. പക്ഷെ പാവപ്പെട്ടവരുടെ പേരെല്ലാം ദൈവം ഓർക്കും. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഒരു ശിഷ്യ പോലെ തന്നെ താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനായിരിക്കും. കർത്താവിന്റെ സ്തോത്രം. അപ്പോ ഈ ലോകത്തിൽ നാം
ജനിക്കുന്നു, അല്ലേ? ഈ ലോകത്തിൽ നാം ജീവിക്കുന്നു, ഒരു ദിവസം ഈ ലോകം വിട്ട് നാം കടന്നു പോകുന്നു. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ജനനത്തിന് ബർത്ത് എന്നും മരിക്കുന്നതിന് ഡെത്ത് എന്നും പറയുന്നു. അതിൻ്റെ സ്റ്റാർട്ടിങ് ബി ആൻഡ് ഡി, അല്ലേ? ഇപ്പോൾ നാം ഇംഗ്ലീഷ് ആൽഫബറ്റ് നോക്കുമ്പോൾ ബിയും ഡിയും ഇടയ്ക്ക് ഒരു അക്ഷരമുണ്ട്. എന്തോ അതാ സി, അല്ലേ? അപ്പോ മനുഷ്യൻ ജനിച്ച് മരിക്കുന്നതിന് ഇടയ്ക്ക് ആ സി അവൻ അതിനെ സ്വീകരിക്കണം. ആ സി എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ്. അപ്പോ ഈ ലോകത്തിൽ വരുന്നത് മാത്രമല്ല, ഈ ലോകം വിട്ട് പോകുന്നത് മാത്രമല്ല, അതിനിടയ്ക്ക് അവൻ ആ സി അവൻ അത് ഏറ്റുകൊണ്ടാൽ അതിനുശേഷം ഡിന് ശേഷം ഒരു ഇ ഉണ്ട്, ABCDE, അതാ ഇറ്റേണൽ ലൈഫ്, അല്ലേ? കർത്താവിനെ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു, തന്റെ ഏകജാതനായ പുത്രൻ കർത്താവ് നൽകി. ആ പുത്രനെ വിശ്വസിക്കുന്ന എവനും നശിച്ചു പോകാതെ വണ്ണം നിത്യജീവൻ പ്രാപിക്കണം. അതാ ദൈവത്തിന്റെ വലിയ ഉദ്ദേശം. ആരും നശിച്ചു പോകുന്ന ദൈവത്തിന്റെ ഹിതമല്ല. മനുഷ്യൻ നശിച്ചു പോകാനല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പിശാച് മനുഷ്യനെ വഞ്ചിച്ച് അവനിലേക്ക് അവൻ ആകർഷിച്ചെടുത്തു. ദൈവം വീണ്ടും ദൈവത്തെ വിട്ട് ദൂരം പോയതായ മനുഷ്യന് വീണ്ടും തന്റെ സന്നിധിയിലേക്ക് ചേർക്കാൻ വേണ്ടി യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് നമുക്കറിയാം. വന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവൻ എന്ന് യേശു പറഞ്ഞു. എന്നല്ലാതെ ആർക്കും പിതാവിന്റെ അടുത്ത് പോകാൻ സാധിക്കുകയില്ല. അപ്പൊ ഈ ലോകത്തിൽ നാം ആ ബിയും ഡിയും, ബർത്തും ഡെത്തും ഇടയ്ക്ക് ആ സി ആയ ക്രിസ്തുവിനെ നാം അംഗീകരിച്ച് ആ യേശുവിന്റെ കാണിച്ചതായ വഴി, ഞാൻ തന്നെ വഴി, ആ വഴിയിൽ നാം നടന്ന് ആ സത്യം അനുസരിച്ച് ജീവിച്ച് യേശു ജീവിച്ച് കാണിച്ചതായ ആ ജീവിതം ആര് നയിക്കുന്നോ അവർക്ക് ആ ഇറ്റേണൽ ലൈഫ്, ഈ ആയ ഇറ്റേണൽ ലൈഫ് അവർക്ക് കിട്ടും. കർത്താവിന്റെ സ്തോത്രം. അപ്പോ ഈ ലോക കർത്താവ് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം കർത്താവ് നൽകി. ആ ക്രിസ്തുവിനെ നാം സ്വീകരിക്കുവാനും ഈ വലിയ രക്ഷ പ്രാപിക്കാനും മിക്കവാറും എല്ലാവരും സ്നാനം എടുക്കുവാനും അഭിഷേകം പ്രാപിക്കാനും എല്ലാം ദൈവം നമുക്ക് സഹായിച്ചു. അത് മാത്രം പോരാ, അതിൽ നാം ഇനിയും വളർന്ന് 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 വരണം. ക്രിസ്തുവിൽ ജനിക്കുന്നത് മാത്രമല്ല, ക്രിസ്തുവിൽ ജീവിക്കുന്നതും അവസാനം ക്രിസ്തുവിൽ മരിക്കുന്നതുമായ ഒരു അനുഭവം. അതാ നാം വായിച്ചത്, അല്ലേ? ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ പ്രത്യാശ വേണം, അല്ലേ? ഞാൻ ഈ ലോകത്തിനുള്ളതല്ല. യേശു പറയുന്നു, നിങ്ങൾ ലോകത്താരല്ല, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് വിളിച്ചിരിക്കുന്നു, വേർതിരിച്ചിരിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. അപ്പൊ നാം ഈ ലോകത്തിൽ ജീവിച്ചാലും ലോകത്താരല്ലാതെ പോലെ നാം നമ്മുടെ വാസസ്ഥലം സ്വർഗത്തിലാന്ന് മനസ്സിലാക്കി ഒരു നാളും ജീവിക്കണമെന്നാ കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനേറ്റതായ ഉപദേശ സത്യങ്ങൾ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ കൂട്ടായ്മ കർത്താവ് നൽകിയിട്ടുണ്ട്. ആ ജീവിതം കർത്താവ് നൽകിയിട്ടുണ്ട്, അല്ലേ? ഈ ലോകം വിട്ട് നാം കടന്നു പോകുമ്പോൾ എവിടേക്കാണ് നാം പോകുന്നത് എന്നായ ഒരു നിശ്ചയത്തോട് നാം ഈ ലോകം വിട്ട് കടന്നു പോകും, അല്ലേ? ഈ ലോകം വിട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ, അധികം സമയം എടുക്കുന്നില്ല, നമ്മുടെ മരണം ലാസറിന്റെ മരണമായിരിക്കണം. ഏത് ലാസറ? മാർത്തയും മറിയയും അവരുടെ സഹോദരനായ ലാസറിന്റെ മരണം പോലെ ആയിരിക്കണം, അല്ലേ? ലാസർ ദീനമായിരുന്നു, രോഗിയായി കടന്നു. യേശുവിനടുത്ത് ആളയച്ചു പറഞ്ഞു, നിന്റെ സ്നേഹിതനായ സഹോദരനായ ലാസറ് രോഗിയായിരിക്കുന്നു, മരണേ. ലാസർ നോക്കിയിരുന്നു, യേശുപ്പോ വരും. പക്ഷെ യേശു വന്നില്ല. സമയം കൂടി പോകുന്നു. അവരുടെ ശരീരത്തിലും ആ രോഗം വർദ്ധിച്ച് വരുവാം. ഇടയ്ക്ക് എഴുന്നേറ്റ് അവൻ ചോദിക്കും, ഓർമ്മ വരുമ്പോൾ, മാർത്തയെ, യേശു വന്നോ? അതൊന്നുമില്ല. യേശു വരും, അല്ലേ? പിന്നെ ചോദിക്കും, പിന്നെ അങ്ങനെ കോമാളായി പോയി. ഞാൻ ചിന്തിക്കുക. വീണ്ടും അവന് ഇത് തെളിയുമ്പോൾ വീണ്ടും ചോദിക്കുക, മറിയേ, യേശു വന്നോ? ഇപ്പൊ മറിയ പറഞ്ഞില്ല, യേശു വന്നില്ല. വീണ്ടും അവൻ യേശു വരും, ഞാൻ വിളിച്ചു, യേശു തീർച്ചയായിട്ടും വരും. ഒരു പ്രത്യാശ, യേശു വരും എന്നായ ആ പ്രത്യാശയോട് ലാസർ അവസാനം എന്ത് ചെയ്തു?
അവൻ മരിച്ചു. ആ മരണത്തിന്റെ അവസാനം പോലും അവൻ ചോദിച്ചു കാണും, മറിയേ യേശു വന്നോ, മാർത്തയെ യേശു വന്നോ. കർത്താവിന്റെ അവസാനം അവൻ പറഞ്ഞെന്തുവാ? യേശു വരും, യേശു വരും, എന്റെ പേര് വിളിക്കും, ഞാൻ എഴുന്നേൽക്കും. കർത്താവിന്റെ നമ്മുടെ ജീവിതത്തിലും ആ ഒരു പ്രത്യാശ. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ അല്ലെ, നാം ഇപ്പൊ വായിച്ചതുപോലെ ജഡരക്തങ്ങൾ ആ സ്വർഗരാജ്യത്തെ അവകാശമാക്കുകയില്ല. ഓ, ഈ ജഡരക്തത്തിന് മേൽ ജയം പ്രാപിപ്പാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. ആ നാം വീട്ടിൽ നാം പ്രസംഗത്തിൽ കേട്ടതുപോലെ കർത്താവ് പറിച്ചെടുക്കുന്നു. ആരവനോട് ചോദിക്കുവാൻ സാധിക്കും അല്ലേ? ആ ഒരു പൂ കായായി മാറും അല്ലേ, അത് പിന്നെ പഴമായി മാറും. അത് പഴം പഴുത്താൽ പിന്നെ അത് കേടായി. തക്ക സമയത്ത് ദൈവം എന്ത് ചെയ്യുന്നു? ഓരോരുത്തരെയും ഈ ഭൂമിയിൽ നിന്ന് പറിച്ചെടുക്കുന്നു. ചിലർ അല്ലേ കുഞ്ഞുനാളത്ത് ഈ ലോകം വിട്ടു പോകുന്നു, ചിലർ യവന പ്രായത്തിൽ പോകുന്നു, ചിലർ പ്രായമുള്ളവരായി പോകുന്നു. പക്ഷെ അത് എല്ലാത്തിനും ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ജനിക്കാനുള്ള ഒരു സമയമെങ്കിൽ മരിക്കാനുള്ള സമയം. പക്ഷെ എല്ലാവരുടെ ജീവിതത്തിലും മരണമുണ്ട് നിശ്ചയം. പക്ഷെ നാം ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ ആ ഒരു പ്രത്യാശയോട് പോകണം. എന്റെ യേശു വരും, എന്റെ പേര് വിളിക്കും. ഇല്ലേ നാം പാട്ടിൽ പാടുന്നില്ലേ, പേര് വിളിക്കും നേരം കാണും എന്റെ പേരും കാണും. ആ ഒരു പ്രത്യാശയോട് ഈ ലോകം വിട്ട് കടന്നു പോകണം. ചിലർക്ക് ദൈവം അവസാന സമയം ദൈവം കൊടുക്കും, ചിലർക്ക് സമയം കൊടുക്കത്തില്ല. എൻ്റെ കൂടെ ഒരു സുവിശേഷ യവനക്കാരൻ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. പുള്ളി യവനക്കാരനായി ജീവിച്ചപ്പോൾ ഇല്ലേ ഈ ലോകത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ സന്തോഷവും അനുഭവിക്കുമായിരുന്നു. പക്ഷേ നമ്മുടെ TPM വിശ്വാസികളുടെ മോനായിരുന്നു. അവൻ ആ പുള്ളി പറഞ്ഞ എന്താ പറയാ, ആ ക്രൂശിൽ മരിച്ച കള്ളൻ അല്ലേ, അവനൊരു സമയം കിട്ടിയല്ലോ, എനിക്കും സമയം കിട്ടും, അപ്പൊ ഞാൻ നരകത്ത് പോകത്തില്ല. അങ്ങനെ പറഞ്ഞ് അവസാനം എനിക്ക് സമയം കിട്ടും, അപ്പോൾ ഞാൻ മാനസാന്തരപ്പെടും, അപ്പോൾ ഞാൻ ദൈവം എന്നെ എടുത്തു ഇല്ലേ ദൈവസന്നിധി എനിക്ക് പോവാം. പക്ഷെ സംഭവിച്ചെന്തുവാ, ഒരു പ്രാവശ്യം പുള്ളിയും കൂട്ടുകാരനെല്ലാം ഒരു എക്സ്കർഷൻ പോയി, ഒരു വാട്ടർഫോൾസിന്റെ അടുത്ത് പോയി, വെള്ളച്ചാട്ടം. ഒരു രണ്ടുപേർ എന്ത് ചെയ്തു, അവസാനം വരുന്ന സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അതിൽ ചാടി പോകാൻ വേണ്ടി അവർ ചാടി സ്ലിപ്പായി താഴോട്ട് പോയി. അവസാനം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അവർ താഴെ പോകുന്ന മുൻപേ അവർ അറ്റാക്കിൽ മരിച്ചെന്ന പോസ്റ്റ്മോർട്ടം. അപ്പോ ഈ പുള്ളി ചിന്തിക്കാൻ തുടങ്ങി, അയ്യോ അവർക്ക് അവസാനം ഒരു സെക്കൻഡ് പോലും കിട്ടിയില്ലല്ലോ ഇല്ലേ, അപ്പൊ എനിക്ക് എന്റെ ജീവിതത്തിലും അവസാനം എനിക്ക് മരിക്കുന്ന മുൻപ് ഇല്ലേ അവസരം കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആ ഒരു തോട്ട്, ആ ഒരു ചിന്ത പുള്ളിയെ ഈ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നു. സ്നാനം എടുത്തു, അഭിഷേകം പ്രാപിച്ചു, അവസാനം ശുശ്രൂഷകനായി ശുശ്രൂഷിച്ചു, ദൈവസന്നിധിയിലും ചേർക്കപ്പെട്ടു. കർത്താവിന്റെ സ്വന്തം. ചിലർക്ക് ദൈവം സമയം കൊടുക്കും അവസാനം, എല്ലാവർക്കും അങ്ങനെ കിട്ടും നാം പറയാൻ സാധിക്കത്തില്ല. ആകയാൽ അല്പനേരം ഇല്ലേ സ്വർഗവും നരകവും പോയ ചിലരെല്ലാം അവരുടെ സാക്ഷിയിൽ പറയുന്നത് എന്തറിയാം, യേശു എന്നെ നരകത്തിലോട്ട് കൊണ്ടുപോയി, അവിടെ പോയി നോക്കിയപ്പോൾ ഇത്രയും പേർ നരകത്തിൽ അവര് നിലവിളിക്കുക. യേശു കണ്ടപ്പോ, യേശുവേ പ്ലീസ് ഗിവ് മീ വൺ മോർ ചാൻസ്, കർത്താവേ ഒരു ചാൻസ് കൂടെ എനിക്ക് തണുക്കണമേ. യേശു പറയുക, നിനക്ക് ലോകത്തിൽ വരുമ്പോ പല ചാൻസ് ഞാൻ തന്നു, പല അവസരങ്ങൾ ഞാൻ നിനക്ക് തന്നു, പക്ഷെ നീ അതിനെ യൂസ് ചെയ്തില്ല, ഇനി നിനക്ക് ഒരു ചാൻസ്. നമുക്ക് ജീവനോടെ ഇരിക്കുന്ന നമുക്ക് കർത്താവ് ഓരോരോ ദിവസവും കർത്താവിന്റെ വരവിനായി ഒരുങ്ങുവാനും ആ സ്വർഗരാജ്യത്തിലേക്ക് സിയോൻ യെരൂശലേം പോകാനുള്ള ഒരു അവസരമാ കർത്താവ് നമുക്ക് നൽകുന്നത്. ഈ അവസരം നാം പാഴാക്കിയാൽ പിന്നെ ഒരു അവസരം നമുക്ക് കിട്ടിയില്ല. ആർക്ക് എപ്പോ പോകണം, എപ്പോ വിളി വരും ആരും അറിയുന്നില്ല. ആകയാൽ ഒരു നാൾ നാം ജീവിക്കുമ്പോൾ അല്ലേ, അന്നത്തെ ദിവസം നാം അവസാനിക്കുമ്പോൾ ദൈവസന്നിധിയിൽ കർത്താവേ ഇന്ന് രാത്രി നീ വന്നാൽ കർത്താവേ ഞാൻ നിന്നോട് കൂടെ വരണം, അല്ലെങ്കിൽ രാത്രി എന്റെ മരണമായാൽ നിന്റെ സന്നിധിയിൽ എത്തുവാൻ കർത്താവ് എന്നെ ഒരുക്കണമേ നാം പ്രാർത്ഥനയോട് കിടക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവ് ഇന്നത്തെ ദിവസം നീ വന്നാൽ, കർത്താവേ ഇന്നത്തെ ദിവസം എന്റെ മരണമായാൽ നിന്നെ സന്ദർശിക്കുവാൻ എന്നെ അതിനായി ഒരുക്കണമേ. ആ ഒരു പ്രാർത്ഥനയോട് നാം ഒരു നാളും ജീവിച്ചാൽ കർത്താവിനായി കാത്തിരിക്കുന്നവരെ കർത്താവ് ചേർത്തുകൊള്ളുവാൻ എത്രയോ വേഗം വരുന്നു. ലാസറിനെ പോലെ എന്റെ യേശു വരും, എന്റെ പേര് വിളിക്കും, എന്നാ ഞാനും എഴുന്നേറ്റ് വരും. അവസാനം ലാസറിന്റെ പ്രത്യാശ പോലെ യേശു വന്നു, പേര് വിളിച്ചു, ലാസർ പുറത്തു വന്നു. കർത്താവിന്റെ സ്തോത്രം. ആ പേര് വിളിക്കുന്ന നേരത്തിൽ നമ്മുടെ എല്ലാവരുടെ പേരും അവിടെ കാണപ്പെടണം ഇല്ലേ. നമ്മുടെ ചർച്ചിന്റെ രജിസ്റ്ററിൽ കാണപ്പെട്ടാൽ മാത്രം പോരാ,
ആ ദൈവത്തിന്റെ ആ രജിസ്റ്ററിൽ നമ്മുടെ പേരും കാണപ്പെടണം. ആകയാൽ നമ്മൾ തന്നെ സമർപ്പിക്കാം. ഇന്ന് അല്ലേ ഇന്ന് ദൈവം വന്നാൽ നമ്മുടെ നമുക്ക് ദൈവസന്നിധിയിൽ പോവാൻ നാം അതിന് ഒരുക്കമാണോ? ഇന്ന് നമ്മുടെ മരണമുണ്ടെങ്കിൽ നമ്മുടെ നിത്യത നാം എവിടെ ചെലവഴിക്കും? അത് ആ ഒരു ചോദ്യത്തോട് ഒരു നാൾ നാം ജീവിക്കാം. ഈ ലോകത്തിൽ നാം ജീവിച്ചിട്ട് ഒരു വിശ്വാസിയായി ജീവിച്ചിട്ട് ആ കർത്താവിന്റെ വരവിൽ പോയില്ലെങ്കിൽ, ആ സ്വർഗത്തിൽ നാം പോയില്ലെങ്കിൽ പിന്നെ എന്താ പ്രയോജനം? ഇല്ലേ? ഒരു നാളും പ്രാർത്ഥിക്കണം, കർത്താവേ இந்த വരവിൽ ഞാൻ കൈവിടപ്പെട്ടു പോകരുതേ. കർത്താവേ നീ വരുമ്പോൾ ഞാനും നിന്നെ സന്ദർശിക്കുവാൻ എന്റെ ജീവിതം അതിനായി ഒരുക്കണമേ. ആ ഒരു പ്രാർത്ഥനയോട്, ആ ഒരു ആകാംക്ഷയോട്, ആ ഒരു വാഞ്ചയോട് നാം ഒരു നാളും മുൻപോട്ട് പോയാൽ ഇല്ലേ കർത്താവ് നമ്മുടെ ആഗ്രഹം കർത്താവ് കണ്ട് അത് തീർച്ചയായിട്ടും കർത്താവ് പൂർത്തീകരിക്കും. ഓടുന്നവനാലുമല്ല, ഇച്ഛിക്കുന്നവനാലുമല്ല, ആ ദയ തോന്നുന്ന കരുണ കാണിക്കുന്ന ദൈവത്താൽ മാത്രമേ ഉള്ളൂ. നാം ആഗ്രഹിച്ചുകൊണ്ട് പോയാൽ ദൈവത്തിന്റെ കരുണ നാം പ്രാപിക്കാം. ആ കരുണ പ്രാപിക്കുന്നവർക്ക് കർത്താവ് തീർച്ചയായിട്ടും നിത്യതയിൽ കർത്താവ് അവർ ചേർത്തുകൊള്ളും. ചിലപ്പോൾ സാത്താൻ പറയും, ചിലപ്പോൾ മറ്റൊരു പറയും, നിനക്കൊന്നും പോകാൻ പറ്റത്തില്ല, നീ ബലഹീനനാ, നിന്റെ ജീവിതത്തിൽ അതുകൊണ്ട് ഈ വീഴ്ച ഉണ്ട്, ആ താഴ്ച ഉണ്ട്, അതുകൊണ്ട് ഇതുകൊണ്ട് എല്ലാം പറയും. പക്ഷെ കർത്താവിന്റെ കൃപയാൽ ഒരു നാളും നാം കർത്താവിന്റെ കരുത്ത് ഏൽപ്പിച്ച്, നമ്മുടെ ഹൃദയം കാണുന്ന ദൈവം നാം കർത്താവിന്റെ കരുത്തിൽ ഏൽപ്പിച്ച് ജീവിച്ചാൽ കർത്താവിന്റെ കൃപയാൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ എത്താൻ സാധിക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഈ അടക്കാരെന്ന ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരും അവരവരുടെ ജീവിതത്തെ നാം ഒന്ന് ശോധന ചെയ്ത് നോക്കാം. ഈ വർഷത്തിന്റെ അവസാനത്തിൽ കർത്താവ് നമ്മൾ കൊണ്ടുവന്നല്ലോ. ഒരു പുതിയ വർഷം നമുക്ക് ദൈവം നൽകിയെങ്കിൽ ഇല്ലേ കർത്താവിനായി മാത്രം ജീവിക്കാം. ആ പ്രത്യാശ യേശു വരുമ്പോൾ ഞാനും എടുക്കപ്പെടും, മരിച്ചാലോ തീർച്ചയായിട്ടും ഇല്ലേ ആ കാഹളം ശബ്ദം കേൾക്കുമ്പോൾ ഞാനായിരിക്കും ഏറ്റവും ആദ്യം എഴുന്നേൽക്കപ്പെടുന്ന. കർത്താവിന്റെ സ്തോത്രം. എന്തിനാണ് എഴുതിയിരിക്കുന്നത്? മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുന്ന എന്താ എഴുതിയിരിക്കുന്നത്? നാം ജീവിക്കുമ്പോൾ ഈ ശരീരത്തിന് രണ്ട് കാര്യമാ സംഭവിക്കേണ്ടത്. ഈ മർത്ത ശരീരം നാശമാകണം, പിന്നെ ഒരു ആത്മീയ ശരീരം ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ മരിച്ചവർ ആൾക്ക് മർത്ത ശരീരം അവർ മരിച്ചു. അവർക്ക് ഇനി ഒരേ ഒരു കാര്യം മാത്രമേ അല്ലേ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുള്ളൂ. അതെന്തുവാ? അവർ വീണ്ടും ജീവിക്കണം. പക്ഷെ നമുക്കോ കർത്താവിന്റെ വരവിൽ നാം കാത്തിരുന്ന് വിശുദ്ധിയോട് കാത്തിരുന്നാൽ, ആകാംക്ഷയോട് കാത്തിരുന്നാൽ ഈ മരണത്തിന് ഈ ശരീരത്തിന് ഒരു മരണവും നമ്മുടെ ആത്മാവിനൊരു ആത്മീയ ശരീരവും ഉയർത്തെഴുന്നേൽക്കുന്നതായ ഒരു അനുഭവം നമുക്ക് പ്രാപിക്കാം. ആകയാൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ നാം ജീവനോട് ഇരുന്നാൽ കർത്താവിന് എതിരേൽപ്പാൻ നാം പോകണം. മരിച്ചെങ്കിൽ കർത്താവ് വരുമ്പോൾ നാം വീണ്ടും ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെ എതിരേൽക്കണം. എല്ലാവരും സമർപ്പിക്കാം. കർത്താവേ അതിനായി എന്നെയും ഒരുക്കണമേ. നിന്റെ വരവിൽ ഞാൻ കൈവിടപ്പെട്ടു പോകരുതേ. കർത്താവേ ലോകത്തിൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചിട്ട് നിന്റെ വരവിൽ ഞാൻ കൈവിടപ്പെട്ടു പോകരുതേ. കർത്താവേ പൗലോസ് പറയുന്ന വല്ല വിധേനം മരിച്ചവരിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹത്തോട് നാം ഈ നാട്ടിൽ ജീവിക്കാം. കർത്താവ് നമുക്ക് എല്ലാവർക്കും സഹായിക്കണം. നാം എല്ലാം സമർപ്പിച്ച് നാം സ്തോത്രം ചെയ്യാം. Praise the Lord.
ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാലനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമിക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം. മരണമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ വിഷം എവിടെ? പാപത്തിന്റെ വിഷം ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനാ ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. Praise the Lord. Jesus, 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 Jesus. Praise the Lord. Hallelujah. എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ കരുണ നടത്തിയതിനായി സ്തോത്രം ചെയ്യാം. ആശ്വസിപ്പിക്കേണ്ടതിനായി സ്തോത്രം. സൂക്ഷിക്കേണ്ടതിനായി സ്തോത്രം. കേട്ട ഏവരും കർത്താവിന്റെ വരയിൽ കാണപ്പെടുവാൻ ഇടയാക്കേണ്ടതിനായി സ്തോത്രം. അവന്റെ ഉയർപ്പിൽ നാം കാണപ്പെടുവാൻ ഇടയാക്കേണ്ടതിനായി സ്തോത്രം. വലിയവനായ വലിയ കാര്യം ചെയ്യേണ്ടതിനായി സ്തോത്രം. കൃപയിൽ മറക്കേണ്ടതിനായി സ്തോത്രം. പിതാവായ ദൈവത്തിനായി സ്തോത്രം. പുത്രനായ യേശുക്രിസ്തുവിനായി സ്തോത്രം. പരിശുദ്ധാത്മ ദൈവത്തിനായി സ്തോത്രം. വേഗം വരുന്ന കർത്താവിനായി സ്തോത്രം. വരുന്ന കർത്താവിനായി സ്തോത്രം. പിതാവേ, നന്ദന സമയത്തിനായ സ്തോത്രം. ഈ ആശ്വാസദായനായിരിക്കുന്നതിനായ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. താവേ സ്തോത്രം. മനുഷ്യനെ സൃഷ്ടിച്ചു താവേ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതാവേ അതിനെക്കുറിച്ചതായ വലിയൊരു പദ്ധതി മനസ്സിലുണ്ടായിരുന്ന കർത്താവേ. നാലും താവേ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യൻ നിന്റെ പദ്ധതിയിൽ വിട്ട് ദൂരം പോയപ്പോഴും താവേ ഹല്ലേലൂയ യേശു ക്രിസ്തു ഞങ്ങളെ താവേ തേടി വന്നു. ഹല്ലേലൂയ. വീണ്ടും കർത്താവേ നിന്റെ രക്തത്താൽ താവേ മരണത്താൽ ഹല്ലേലൂയ വീണ്ടും ദൈവത്തോട് ഞങ്ങൾ ചേർത്തതിനായ സ്തോത്രം. ഈ ലോകത്ത് ജീവിപ്പാൻ ഞങ്ങൾക്ക് അല്പസമയം നീ നൽകുന്നല്ലോ കർത്താവേ. ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുന്ന ഒരു നാളും മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ സഹായിക്കണമേ. ഈ പിതാവിനും കർത്താവേ കഴിഞ്ഞ 65 വർഷം ഈ ലോകത്തിൽ ജീവിപ്പാൻ സഹായിച്ചല്ലോ കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. തക്ക സമയത്തിന്റെ സന്നിധിയെ ചേർത്ത് കൊണ്ടതിനായ സ്തോത്രം. താവേ ജീവനോട് ശേഷിച്ചിരിക്കുന്ന ഞങ്ങളും
ഒരു നാളും താവേ ഹല്ലേലൂയ ഞങ്ങൾക്കും ഒരു കടന്നു പോക്കൊണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവേ ഹല്ലേലൂയ ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ നിന്റെ സന്നിധിയിൽ എത്തുവാൻ അതിനേറ്റതായ ഒരു ജീവിതം നയിപ്പാൻ സഹായിക്കണമേ. ഈ നാളുകൾ ഞങ്ങളുടെ താവേ ജീവിതം ഒന്നുകൂടെ ശോധന ചെയ്ത് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതം ക്രമീകരിക്കുവാൻ കർത്താവേ നിനക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റി ഹല്ലേലൂയ താങ്ക് യു ലോർഡ് താവേ ഹല്ലേലൂയ നീ വരുമ്പോൾ താവേ നിന്നെ എതിരേൽപ്പാൻ അല്ലെങ്കിൽ ഞങ്ങൾ മരണമായാലും താവേ ഹല്ലേലൂയ താങ്ക് യു ലോർഡ് ഉയർത്തെഴുന്നേൽക്കുവാനുള്ള താവേ പ്രത്യാശയോട് ഈ നാളുകൾ ജീവിപ്പാൻ സഹായിക്കണമേ. എല്ലാ ശുശ്രൂഷ നീ അനുഗ്രഹിച്ചതിനായ സ്വതന്ത്രം വിഷമത്തിലിരിക്കുന്നതിനാൽ എല്ലാവരും നീ ആശ്വസിപ്പിക്കണമേ താവേ സ്വതന്ത്രം 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 എത്രയോ വേഗം വരുന്നല്ലോ കർത്താവേ വരവിനാ ഞങ്ങൾ എല്ലാവരും വിശുദ്ധരിച്ചു ഓർക്കും യേശുവിൻ നാമത്തിൽ പിതാവേ സമാധാനം കുറച്ച് തലയ്ക്ക് നമ്മുടെ വിശുദ്ധന്മാരും ശേഷമായി കർത്താവിന്റെ പറയുകയോട് നമ്മുടെ കടപ്പെടുമാറാകട്ടെ. മണ്ണാകും ഈ ശരീരം മണ്ണോടു ചേർന്നാലുമേ, മണ്ണാകും ഈ ശരീരം മണ്ണോടു ചേർന്നാലുമേ, കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിലുയർക്കുമേ, കാഹളം ധ്വനിച്ചിടും